ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരു മുമ്പ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഔദയെടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ് അവിടുത്തെ ചേട്ടന്മാരെല്ലാരും കൂടി ചേർന്നിട്ട്. അതെ, ഇവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, അലീന എന്നാ പേര്. അതെ, ആ പെൺകുട്ടി അത്ര ആള് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വെറുതെ ഒരു 23 വർഷം മുമ്പത്തെ ഒരു കഥ പറഞ്ഞ് ഏതോ ഒരു പെണ്ണെ കൊണ്ട് നിർത്താണ് ഇവിടെ. അത് അത്ര നല്ല ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം മകളാന്ന് വരുത്തി തീർത്ത് കൂടെ നിർത്താനുള്ള സെറ്റപ്പ് ആണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, എങ്കിൽ ഞാനിപ്പോ അവിടേക്ക് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ മുത്തശ്ശൻ നേരെ പോകുവാണ്. അതായത് അലിയുടെ മുത്തശ്ശൻ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നേരെ പോവാണ് നമ്മുടെ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക്. കാരണം അങ്ങനെ ഒരു പെൺകുട്ടീനെ അവിടെ കൊണ്ട് നിർത്തുന്നുണ്ടെങ്കിൽ അതാരാണെന്നും, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻലി, പക്ഷെ എങ്കിലും അത് സ്റ്റാൻലിനെ പറ്റിക്കാൻ വേണ്ടി ആയാലും കൊണ്ടുവന്നാണോ അത് സ്റ്റാൻലിയുടെ പുതിയ സെറ്റപ്പാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻലിയുടെ അച്ഛൻ നേരിട്ട് വരുവാണ്, ഔദ നേരിട്ട് വരുവാണ് നമ്മുടെ സ്റ്റാൻലിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലായിട്ട് വരുന്നത്. വലിയ തോക്കും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിലുണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നത്. ഇങ്ങനെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നായ്ക്കൾ പോലും പേടിച്ചു പോകുകയാണ്. കാരണം അവർക്ക് പോലും ഇഷ്ടല്ലേ, കാരണം അത്ര ഒരു സ്വഭാവമാണല്ലോ, പ്രത്യേകതര സ്വഭാവമാണല്ലോ. അങ്ങനെ അവര് പോലും ഇയാളെ കണ്ടിട്ടൊരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔദ ഭയങ്കര ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരാൻ പോകുമ്പോഴാണ് വരാന്തയിൽ നിൽക്കുന്ന അലീനയെ കാണുന്നത് കേട്ടോ. അപ്പൊ അലീന ഇയാളെ കാണുന്നൊന്നുമില്ല. അലീന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങേര് കാണുന്നത്. പെട്ടെന്ന് വല്ലാത്തൊരു ഷോക്കായി പോകുകയാണ്. കാരണം തന്റെ ഭാര്യ ദേ മുൻപിൽ വന്ന് നിൽക്കുന്ന പോലെ, അതായത് 10-50 വർഷം മുമ്പ് തന്റെ ഭാര്യനെ താൻ ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെയായിരുന്നോ അതായത് അതേപോലെ നിൽക്കുന്നു അലീന. അപ്പൊ അയ്യോ, ഇതിന്റെ കെട്ടിയോളം അതേപോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അലീനയുടെ അടുത്തേക്ക് പോവാണ്. കണ്ണ് നിറഞ്ഞാണ് പോണത്. ശേഷം അലീനെ അടിമുടി നോക്കുന്നുണ്ട്. അപ്പൊ അലീനക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇത് ആരാണെന്ന്. അലീന ഇങ്ങനെ നോക്കാണ്, ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ശബ്ദം പോലും ദേ പെണ്ണുമ്പുള്ളേടാ എന്ന് മനസ്സിലാക്കാണ് ഈ ഔദ കേട്ടോ. എന്നിട്ട് ശരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ട്. നീയാണോ ഇവിടെ പുതിയതായിട്ട് വന്ന അലീന? അതെ, ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാൾ. അപ്പൊ സ്റ്റാൻലി വരുന്നുണ്ട് കേട്ടോ. പപ്പ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. മുൻപിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയല്ലേ അലീന? അതെ. നീ പറഞ്ഞിരുന്നു അമ്മച്ചിയെ പോലെ ഉണ്ടെന്ന്, പക്ഷെ നേരിട്ട് കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. എന്നോട് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു നീ ആരെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയെന്ന്. ആ ചില ആളുകളാന്ന് എനിക്ക് ആരൊക്കെയാണെന്ന് മനസ്സിലായി. പപ്പ ഇരിക്കുക എന്ന് പറയണേ. ഇരിക്കാനൊന്നും സമയമില്ല. അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇത് നമ്മുടെ അമ്മച്ചിനെ പോലെ തന്നെ, ഇതിനെ കണ്ടാൽ തന്നെ പറയുമല്ലോടാ നിന്റെ മകള് തന്നെയാണെന്ന്. ഇതെങ്ങനെയാടാ? കറക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഡാലിയ മോള് നിന്റെ മമ്മയുടെ അതേ രൂപവും ഭാവവും ഒക്കെയാണ്. പക്ഷെ അതിനേക്കാളും കടത്തി വെട്ടിയല്ലോ ഇവള് എന്ന് പറയാണ്. അവള് കുറച്ച് മോഡേൺ ആയതുകൊണ്ട് മുഖത്തിന്റെ ഭാവം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സ്വഭാവം അതുപോലെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവളുടെ സംസാരം ആ ഒരു പെരുമാറ്റമൊക്കെ കറക്റ്റ് നിന്റെ അമ്മച്ചീനെ പോലെ തന്നെയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അതെ അപ്പ, എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് എന്റെ അമ്മച്ചീനെയാണ് ഓർമ്മ വന്നത്. ഞാനപ്പോ ബാലചന്ദ്രനോട് പറയുകയും ചെയ്തു എന്റെ അമ്മ തന്നെയാണ് 10-23 വർഷം മുമ്പ് മരിച്ചു പോയതാണെന്ന്. ഏകദേശം അലീനയുടെ ജനനത്തിന് മുമ്പേ അമ്മ മരിച്ചിരുന്നു. അപ്പൊ എന്റെ അമ്മ വീണ്ടും പുനർജനിച്ചതായിരിക്കും അപ്പ എന്ന് പറയാണ്. ശരിയാണ്. എന്തായാലും അവളെ കണ്ടപ്പോ ഒരു കാര്യം മനസ്സിലായി. അത് നിനക്ക് ആ വൈജയൻ എന്ന് പറഞ്ഞ പെണ്ണിലുണ്ടായിരുന്ന അതേ കുഞ്ഞ് തന്നെ. അതെ, ഒരു DNA ടെസ്റ്റിൽ പോലും ആ കാര്യമില്ല. കാരണം അതുപോലെ പറിച്ചു വെച്ചിരിക്കുന്നു നിന്റെ അമ്മേനെ. അതെ അപ്പ വരുന്ന വഴിയല്ലേ വാ ഇരിക്കുന്നു പറയാണ്. അല്ല, ഞാൻ അപ്പക്ക് അവളെ പരിചയപ്പെടുത്തി തരാം അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അലീനക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇതാണ് അപ്പ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണോ? ഞാൻ ആളറിയാണ്ടാണ് കേട്ടോ സംസാരിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം. അലീനയുടെ സ്വഭാവത്തിൽ വളരെയധികം താല്പര്യം തോന്നുകയാണ് നമ്മുടെ ഔദ കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ നാളെ കാണാൻ പോണത്. അതിന്റെ കൂടെ തന്നെ അലീനയുടെ ഈ ഒരു കാര്യമുണ്ട്. അലീന ഇവിടെ വന്ന് നിന്ന കാര്യം ഇപ്പൊ ഔദയടുത്ത് പറഞ്ഞു ചേട്ടന്മാര്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയെടുത്തും മക്കൾത്തും കൂടി പറയുന്നുണ്ട്. അത് ഔദയടുത്ത് പറഞ്ഞപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും അത്ര വഷളായില്ലല്ലോ. അപ്പോ മറ്റേ ഭാര്യയെടുത്ത് മക്കൾത്തും കൂടി പറയാൻ വേണ്ടി തീരുമാനിക്കണം. അങ്ങനെ ഇങ്ങനത്തെ ഒരാളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയെടുത്തും മക്കൾത്തും പറയണം. അവരങ്ങനെ പുറപ്പെട്ട് വരാൻ വേണ്ടി പോകുക കേട്ടോ. അതവിടെ നിൽക്കട്ടെ, അതിനിപ്പോ അടുത്ത ആഴ്ചയും അതിന്റെ അടുത്ത ആഴ്ചയൊക്കെ കാണിക്കത്തുള്ളൂ. വേറൊരു ഭാഗം വരുന്നുണ്ട്. അലീനക്ക് ഒരു അഫെയർ ഉള്ള കാര്യം നമ്മുടെ സ്റ്റാൻലിക്ക് അറിയില്ലല്ലോ. അതിനി അറിയാൻ പോകുന്ന നിമിഷമാണ് ഇനി അടുത്തത് വരാൻ വേണ്ടി പോണത്. ശരിക്കും പറഞ്ഞാൽ നോവലിലൊക്കെ കത്തുകൾ വഴിയാണ് നമ്മുടെ അലീനയും അതുപോലെ തന്നെ മനുവും തമ്മിലുള്ള ആ ഒരു സംഭാഷണം നടത്തിയിരുന്നത്. പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്, മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു സ്വഭാവമുണ്ട്. രാവിലെ 7 മണി തന്നെ സമയം ഉണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കണം, രാത്രി 9 മണിക്ക് കിടന്നുറങ്ങിയിരിക്കണം. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അലീനയാണെങ്കിൽ 12-12:30 ഉറങ്ങുമ്പോൾ മനുവിനെയും ബബിതേനെയും കൃഷ്ണജയെയൊക്കെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ അലീന
ഉറങ്ങാറുള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ജോസഫും എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയിട്ട് അവിടുത്തെ നായ്ക്കൾ പോലും ആ ഒരു സമയത്ത് ഉറങ്ങും. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും അലീനെ റൂമിലേക്ക് പോവാണ്. ശേഷം അവിടെ വലിയ റേഞ്ച് കിട്ടുന്നില്ല. അലീനെ പുറത്തിരുന്നിട്ട് നമ്മുടെ ബബിതേനെയും കൃഷ്ണമോളെയൊക്കെ വിളിക്കുകയാണ്. എന്ത് ചെയ്യാൻ മക്കളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാണ്, ഇവിടെ അമ്മ വന്നിട്ടുണ്ട്, ഭയങ്കര പ്രശ്നമൊക്കെയാണ്, പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റമല്ല ചേച്ചി, അച്ഛന് മുമ്പിൽ ചാടി കളിക്കുന്ന അതേ സ്വഭാവം തന്നെയാണ്. നിങ്ങൾ വഴക്കിനൊന്നും പോവണ്ട. എങ്ങനെ വഴക്കിന് പോകാതിരിക്കും? അതുപോലത്തെ സംസാരമല്ലേ സംസാരിക്കണത്, അതുകൊണ്ട് ചില സമയത്ത് ചോദിച്ചു പോകുന്നതാ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, ഇങ്ങോട്ട് എന്തിനും പറഞ്ഞാലും സ്വന്തം അമ്മയാണ് എന്നൊരു തോന്നൽ, ഒരു വിചാരം മനസ്സിൻ്റെ ഉള്ളിൽ എന്നും എപ്പോഴും വേണം. അതുകൊണ്ട് ഇപ്പൊ ഒന്നിനും പോകണ്ട. അമ്മ പറയണത് ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി കളയാം, അച്ഛന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ ഫോം വെക്കാണ്. അപ്പോഴേക്കും മനുവിന്റെ കോള് വെയിറ്റിംഗിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അലീനെ ഫോം വെക്കുന്നുണ്ട്. ശേഷം മനുവിന്റെ ഫോൺ എടുക്കാണ്. ഹലോ ഹലോ മനുവേട്ട, പറ മനുവേട്ട. എന്തായിരുന്നു? ആരുടെ ഓഫീസ് വിളിക്കുന്നുണ്ടെന്ന്? രോഹിത്തിനോടാണോ, ബബിതയുടെ അടുത്താണോ, കൃഷ്ണന്റെ അടുത്താണോ? കൃഷ്ണമോളാ വിളിച്ചത്. പിന്നെ മനുവേട്ടന്റെ കോൾ വന്നപ്പോഴേക്കും ഞാനത് കട്ട് ചെയ്യുമായിരുന്നു. ഓ, സംസാരിക്കാൻ പാടില്ലായിരുന്നോ? അത് സാരമില്ല മനുവേട്ട. അല്ല, താൻ എന്ത് ചെയ്യുവാ? ഞാൻ കിടക്കാൻ വേണ്ടി പോവാ. ഇത്ര നേരത്തെയോ? ഇവിടെ അങ്ങനെയാ, പട്ടാളച്ചിട്ട് തന്നെയാ ഇവിടെയോ. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, കറക്റ്റ് സമയത്ത് ഉറങ്ങണം. ഭക്ഷണം കഴിക്കുമ്പോ ആ ഒരു സ്പൂണൊക്കെ ഉണ്ടല്ലോ മനുവേട്ട, അതൊക്കെ വെച്ചിട്ടാണ് കഴിക്കാനായിട്ട്. ഓഹോ, അപ്പോ താനിപ്പോ പട്ടാളത്തിന്റെ ഒരു ക്യാമ്പിൽ അകപ്പെട്ട പോലെ ആയല്ലേ? ഏറെ കുറെയൊക്കെ എന്നൊക്കെ സംസാരിക്കാൻ. എന്നിട്ട് അവിടുത്തെ വിശേഷമൊക്കെ പറ. ഇവിടെ നിന്ന് അച്ഛൻ വന്നിരുന്നു, അതായത് ഗ്രാൻഡ് പാ. ആളെങ്ങനെയുണ്ട്? ഓ, കണ്ടാൽ തന്നെ പേടിയാവും. സംസാരവും സ്വഭാവവും ഒക്കെ ശരിക്കും പേടിപ്പിക്കുന്ന തരത്തിലാ. ഈ പട്ടാളക്കാരുടെ സ്വഭാവമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ? അതെ, അവരെയോ പൊതുവെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കണം. എന്താ കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അലീന സ്റ്റാലിൽ കിടക്കാൻ പോകുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അലീന കിടന്ന് ഉറങ്ങിയോ എന്താന്ന് അറിയാൻ വേണ്ടി, ഏതാ പാത്രമൊക്കെ കഴുകി അങ്ങനെ അടുക്കളയിൽ അങ്ങനെ നിൽക്കുവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് വരുമ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നോക്കുമ്പോൾ മനുവായിട്ട് ശൃംഗരിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനായിട്ടോ. അലീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആരാ ഫോണിൽ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മനുവേട്ടനോ? ഏത് മനുവേട്ടൻ? ഫോണും കൂടെ തന്നെ. അതെ, സമയം എത്രയെന്ന് അറിയാവോ? ഈ സമയത്താണ് ഒരു പെൺകുട്ടിയുടെ സംസാരിക്കുന്നത്. ഫോൺ വെക്കൂ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ രാവിലെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. എന്റെ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഉറങ്ങണ സമയത്ത് ഉറങ്ങണം, അല്ലാതെ സംസാരിച്ചിരിക്കല്ലേ വേണ്ടത്. അല്ല, ഏതാ ഈ മനുവേട്ടൻ? അത് നമ്മുടെ വൈജയന്തി അമ്മയുടെ പറഞ്ഞു, അമ്മന്ന് പറഞ്ഞോ? അത് അമ്മയുടെ ആങ്ങളയുടെ മോനാണ്. ഓ, അതായത് മുറച്ചെറുക്കൽ എന്ന് പറയണം. അങ്ങനെയും പറയാ. മനസ്സിലായി. എന്തായാലും ഈ സമയത്തുള്ള കോളിംഗ് അത് അലൗഡ് അല്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഫോൺ എടുക്കുക, അല്ലാതെ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയുള്ള സമയമല്ല അത്. കിടന്നുറങ്ങാൻ നോക്ക്, പ്രത്യേകം പറയണോ? ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റാലിനെ ആലോചിക്കുകയാണ്. മനു എന്ന് വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നു കേട്ടോ. മനുശങ്കർ, മനസ്സിലായി, ആ ശങ്കറിന്റെ മകനായിരിക്കും. അയാളുടെ വൃത്തികെട്ട സ്വഭാവം മകനും ഉണ്ടോ എന്തോ എന്നൊക്കെ നമ്മുടെ സ്റ്റാൻലി ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല നിമിഷങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.